റിവ്യൂ പോയിന്റിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിലെ പൂനൂർ എന്ന പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗാഥ പബ്ലിക് സ്കൂളിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള ഒരു പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ്. ഇന്ന് അതിഥിയായി എത്തുന്നു ഗാഥയുടെ അമരക്കാരൻ ബാവ മാസ്റ്റർ. വെൽക്കം ടു റിവ്യൂ പോയിന്റ്. നമസ്കാരം മാഷേ. നമസ്കാരം. ഏതൊരു വിദ്യാഭ്യാസ സംരംഭത്തെക്കുറിച്ചും ഏത് കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ നമുക്കതിനൊരു ആവിർഭാവ കാലം ഉണ്ടാവും. ഗാഥയെ സംബന്ധിച്ച് മാഷിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 1980 കാലഘട്ടത്തിലാണ്. 80 സ്ഥാപനം പേരൊക്കെ സ്വീകരിച്ചുകൊണ്ട് 81 സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ പൂനൂർ പ്രദേശം അല്ലെങ്കിൽ പൂനൂരും അതിൻ്റെ ചുറ്റുപാടുകളും തന്നെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമായിരുന്നു. സമീപത്തുള്ള സ്കൂളുകളെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഞാൻ പഠിച്ചത് താമരശ്ശേരി ഹൈസ്കൂളിലാണ്, കോരങ്ങാട് ഹൈസ്കൂളിൽ. അന്ന് 300ഓളം കുട്ടികൾ, കാരണം അടിവാരം, കോടഞ്ചേരി ഈ ഭാഗത്തൊന്നും ഹൈസ്കൂളുകളില്ല. കൊടുവള്ളിയാണ് പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ പൂനൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂനൂർ ഹൈസ്കൂൾ അക്കാലത്ത്. അപ്പോൾ അത്രയും കുട്ടികൾ, ഒരു 300ഓളം കുട്ടികളൊക്കെ SLC എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എഴുതിയ ബാച്ചിൽ അന്ന് 15% റിസൾട്ട് ഉണ്ടായിരുന്നത്. വിജയശതമാനം കുറവാണ്, വളരെ കുറവ്. സംസ്ഥാനം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ വിദ്യാഭ്യാസപരമായി ആളുകൾക്ക് അത്ര ഒരു ബോധമൊന്നുമില്ലാത്തൊരു കാലഘട്ടം തന്നെ, പിന്നോക്കമൊന്നുമല്ല. അതിലെടുത്ത് പറയേണ്ടത് പെൺകുട്ടികളുടെ കാര്യമായിരുന്നു. പെൺകുട്ടികൾ ഒന്നുകിൽ ഇടയ്ക്ക് വെച്ച് നിർത്തും, അല്ലെങ്കിൽ അവർ സ്കൂളുകളിലേക്ക് വരാൻ മടിക്കും. ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് എങ്ങനെ SLC പൂർത്തിയാക്കാം, എന്നിട്ട് മറ്റ് മേഖലകളിലേക്ക്, അതായത് ആടിനെ മേയ്ക്കുക, കളിച്ച് നടക്കുക, ഈ ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം അന്ന് കാർഷികമായിട്ട് അത്രയും സമൃദ്ധമാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരുപാട് ആളുകൾ അന്ന് ജോലി കിട്ടിയിട്ടും പോവാത്ത ആളുകളുണ്ട്. കാരണം അന്നൊരു 100 തെങ്ങുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 തെങ്ങുണ്ടെങ്കിൽ, 10 തെങ്ങുണ്ടെങ്കിൽ ആർക്കും സുഖമായിട്ട് കഴിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആരും കടന്നു വന്നിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഈ ഒരവസ്ഥക്കൊരു മാറ്റം വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു മാറ്റം വേണോ എന്നുള്ളൊരു ചിന്ത എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും മനസ്സിലിങ്ങനെ ഉണ്ടാവുകയാണ്. ഞാനതിൽ യാദൃശ്ചികമായിട്ട് പങ്കാളിയാവുകയാണ്. കാരണം എനിക്ക് അന്ന് അധ്യാപക ജോലിയോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം, ഒരു പട്ടാളക്കാരനാവുക എന്നതായിരുന്നു. ഞാനതിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ യാദൃശ്ചികമായി എനിക്ക് കളിക്കിടയിൽ അപകടം സംഭവിക്കുകയും, ട്രെയിനിങ്ങിൻ്റെ സമയത്തായിരിക്കും. അതെ, ഞാനവിടെ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. കമ്പനികൾ തമ്മിലുള്ള കളിയുടെ ഇടയ്ക്ക് എനിക്ക് അപകടം സംഭവിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കൽ ബോർഡ് ഔട്ടായിട്ട് നാട്ടിൽ വരികയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൂടെയാണ്, കുട്ടികളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം. കാരണം അത് ഞങ്ങളെ അതിലേക്ക് ചിന്തിപ്പിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനം, സേവനം. ആ ഒരു ചിന്ത തന്നെയാണ്. അപ്പം ഞാനതിന് സമ്മതം മൂളി. എന്നിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എന്നെ എടുക്കാൻ ഏൽപ്പിച്ചത് ഹിന്ദിയാണ്. ഞാൻ പട്ടാളത്തിൽ പോയി എന്ന ഒറ്റ കാരണം, പരിചയമുള്ളവന്. കാരണം അന്ന് അധ്യാപകരെ കിട്ടുക, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ എന്ന് പറഞ്ഞാൽ ശിവാത്മജൻ മെഴുവേലി, കവിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ HM എന്ന് പറഞ്ഞാൽ ഹരിദാസൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹമൊക്കെ അത്രയും നമ്മെ തെക്ക് ഭാഗത്തുനിന്ന് വന്ന കായംകുളത്തുകാരാണ്. അപ്പോൾ അന്ന് അധ്യാപകരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വിദ്യാസമ്പന്നരായിരുന്ന
കുറച്ച് ആളുകൾ. ഞാനന്ന് ഡിഗ്രിക്ക് പട്ടാളത്തുനിന്ന് വന്ന് ഉടനെ ചേളന്നൂർ കോളേജിൽ ചേരുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഈ ഒരു ആശയം, ഞങ്ങളുടെ ഈ ഉമ്മണിയെന്ന ഭാഗത്തുള്ള ഒരു പീഡിക റൂമുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമായിരുന്നു. അന്ന് അത്രയും മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം എന്ന് പറഞ്ഞാൽ അപൂർവമായിരുന്നു. അബൂട്ടി ഹാജി എന്ന ആളായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ ഉടമ. അദ്ദേഹം ചോദിച്ചപ്പോഴേക്ക് തന്നെ അനുവാദം തരികയാണ്. അങ്ങനെ പേരൊന്നുമില്ലാതെ ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികൾക്ക്, ഒരു 4-5 അത്രേ വരൂ താല്പര്യമുള്ളൂ, അങ്ങനെ ട്യൂഷൻ തുടങ്ങി. അപ്പോഴാണ് ഇതെങ്ങനെ വിപുലീകരിക്കാന്നുള്ള ചിന്ത വരുന്നത്. ആദ്യം തുടങ്ങുന്നത് ട്യൂഷനാണ്. അങ്ങനെ ഇത് പൂനൂരിലേക്ക് കൊണ്ടുവരണം. പൂനൂരിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് വാടക വേണം, ബെഞ്ച് വേണം, ബെഞ്ച് ഡെസ്ക് ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അന്ന് മുബാറക്ക് അറബിക് കോളേജിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. കാരണം അവരൊരു പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു. അതെ. അപ്പോൾ അവരോട് അത് ചോദിച്ചപ്പോഴേക്ക് തന്നെ അവരതിന് നമുക്ക് സമ്മതം തരികയാണ്. അങ്ങനെയാണ് ട്യൂഷനായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ട്യൂഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേര് എന്നുള്ളൊരു ചിന്ത വന്നു. ഞങ്ങളാണെങ്കിൽ ഉറക്കെ ചിന്തിച്ചത് ഇതൊരു മതേതര, അതായത് ഒരു പബ്ലിക് തന്നെ ആയിരിക്കണം, ശരിയായ വിധത്തിലുള്ള ഒരു പബ്ലിക് സ്ഥാപനമായിരിക്കണം, ഒരു ജനറൽ നെയിമായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൃഷ്ണഗാഥ, അന്നത്തെ ഒരു ഫേമസ് സിനിമ ഉണ്ടായിരുന്നു, രാപ്പാടികളുടെ ഗാഥ, വടക്കൻ വീരഗാഥ, ഇങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ വന്നു. അപ്പം ഞങ്ങൾ മലയാളം ആളുകളായി അധ്യാപകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഗാഥ എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ അർത്ഥങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതിൽ ഏറ്റവും നല്ല അർത്ഥം നിങ്ങൾ പറഞ്ഞ വിജയഗാഥ തന്നെയാണ്. വഴി, വിജയത്തിലേക്കുള്ള വഴി, ആ പേരാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് ജനം മുഴുവൻ, അല്ലെങ്കിൽ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആണ് ആ പേര്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപോത്ബലകമായിട്ട് അന്ന് ചെയ്ത പ്രവർത്തനങ്ങളും കളർഫുള്ളായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വിജയിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഒക്കെ, അതെ, അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ നമ്മൾ തന്നെയാണ്. അല്ല, അത് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയൊരു മോട്ടിവേഷനായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ളത്? അപ്പോൾ ഈ ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഇതാണ്. അടുത്ത കുട്ടിക്ക് പഠിച്ചാൽ ഇങ്ങനെ ഫോട്ടോ വരാം, ഇങ്ങനെ നല്ല പൊസിഷനിലെത്താം. ഈ ഒരു മാതൃക ഞങ്ങൾ സ്വീകരിച്ചു തന്നെയാണ്. ഗാഥയുടെ ആദ്യ സംരംഭം മാഷ് പറഞ്ഞു ട്യൂഷൻ സെൻ്ററാണെന്ന് പറഞ്ഞു. പിന്നീട് ഗാഥയുടെ പടിപടിയായുള്ള മുന്നേറ്റത്തിൽ ഏത് മേഖലയിലേക്കാണ് ആദ്യം കടന്നത്? ട്യൂഷനെ പറ്റി പറയുന്നേരോ 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ആദ്യത്തെ ട്യൂഷൻ ബാച്ചിൽ ഉണ്ടായിരുന്നത് വെറും 11ഓളം കുട്ടികളായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട നേട്ടം എന്ന് പറഞ്ഞാൽ അതിൽ 2-3 ആളുകൾ അധ്യാപകരായിട്ട് മാറി എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറഞ്ഞാൽ സലാം കൊളിക്കലാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, അധ്യാപകനായി ഇപ്പോൾ റിട്ടയർ ചെയ്ത് ആള്. അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ ഗാഥയിൽ പഠിച്ചു. ഇപ്പോൾ അതെ ഇപ്പോൾ അദ്ദേഹം ഗാഥയിലെ ഒരു അധ്യാപകൻ കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും, അഭിമാനകരമായ നേട്ടങ്ങൾ. അപ്പോൾ നമ്മളെ അടുത്ത് ആളുകളുടെ സമ്മർദ്ദം വരികയാണ്. ഞാനാണ് കോളേജിൽ പഠിക്കുന്നു, ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെയും എടുത്തു പറയേണ്ട കുറേ ആളുകളുണ്ട്. അഡ്വക്കേറ്റ് ലത്തീഫ്, എൻ.എ. ഷരീഫ്, CP മുഹമ്മദ്, കൃഷ്ണൻകുട്ടി, സത്യൻ, അലി മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള. അങ്ങനെ ഞങ്ങൾ വളരെ മനസ്സോടുകൂടി തന്നെയാണ് സത്യത്തിൽ തുടങ്ങുന്നത്. കാരണം ഇത് രാവിലെ മുതൽ റെഗുലറായിട്ട് കൊണ്ടുപോകണം. ട്യൂഷനാകുമ്പോൾ ശനി ഞായർ മാത്രം മതി. അത് കഴിഞ്ഞല്ലോ. അതെ. അപ്പോൾ അതെ, ആദ്യത്തെ ബാച്ച് തുടങ്ങുന്നത് അവിടെ തന്നെയാണ്. അന്ന് അതിലേക്ക് വന്നത് ഒരു പെൺകുട്ടിയാണ് താല്പര്യം എടുത്തത്. പ്രൈവറ്റ്, അതായത് SLC വീണ്ടും എഴുതാൻ. അന്ന് പ്രൈവറ്റ് ബാച്ച് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു കമ്പാനിയൻ വേണമല്ലോ, ഒരു തുണ. അതെ, അതിനു വേണ്ടി നമ്മൾ
വേറൊരു പെൺകുട്ടിയെ ചട്ടം കെട്ടുക. ആ രക്ഷിതാക്കൾ ഞങ്ങളെ കൂടി ഇങ്ങനെ മുൻകൈയെടുത്തിട്ട് അത്രയും പിന്നോക്കാവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോ വർഷവും ഇങ്ങനെ ട്യൂഷൻ ബാച്ചാണെങ്കിലും പ്രൈവറ്റ് ബാച്ചാണെങ്കിലും എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ബാച്ചുകളുടെ. അതെ, പ്രൈവറ്റിലൊക്കെ തോറ്റ കുട്ടികൾ 500ഓളം പേര് പഠിച്ച കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു പുതിയ സ്ഥലം കണ്ടെത്തുകയാണ്. ഇതിന് ഞങ്ങൾ തന്നെ ഓല സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ഞങ്ങൾ സമാധാനം എല്ലാ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് എന്നിട്ട് കെട്ടുമേയാൻ മാത്രം ആളുകളെ വിളിക്കും. സുലഭമാണ്. അതേപോലെ തന്നെയാണ് ക്ലാസ് എടുക്കാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ കോളേജിലുള്ള സുഹൃത്തുക്കൾ വന്നിട്ട് ക്ലാസ് എടുത്തു തരും. അതെ, അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും, കാരണം ഞങ്ങൾക്ക് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് ഇവർ വന്നിട്ട് ഒരു വേതനം പോലും പറ്റാതെയാണ്. കാരണം അന്ന് ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. ഇനി അഥവാ നമ്മൾ പറഞ്ഞാൽ തന്നെ ആളുകളുടെ അടുത്ത് തരാനില്ല. അതിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ 2ാമത്തെ ബാച്ചിലുള്ള എൻ്റെ നാട്ടായ കുഗ്രാമത്തിലുള്ള മടത്തൂരിലുള്ള ഒരു പെൺകുട്ടി TTC കഴിഞ്ഞ് ഇപ്പോൾ HM ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വർഷം അല്ലെ അടുത്ത വർഷം അവർ പിരിയും എന്നാണ്. ഈ പ്രൈവറ്റ് ബാച്ചിൽ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ പണിക്ക് പോയിട്ടായിരുന്നു ക്ലാസ്സിൽ വരാറുള്ളത്. അധ്വാനിക്കാൻ പോയിട്ട് എന്നിട്ട് അവർക്ക് നമ്മൾ 5 ദിവസം ക്ലാസ് ആണെങ്കിലും പലർക്കും 2 ദിവസം 3 ദിവസമായിട്ടൊക്കെ ക്രമീകരിച്ചു കൊടുക്കും. പോലെ വീട് പുലർത്തണമെങ്കിൽ ഇപ്പോഴും 100 കണക്കിന് കുട്ടികൾ ഫീ ഒന്നും തരാതെ നമ്മളെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അർഹരായിട്ടുള്ള കുട്ടികളെ ആര് നിർദ്ദേശിച്ചാലും നമ്മളത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നു. അന്നത് വളരെ കൂടുതലായിരുന്നു. അന്ന് +2 പറയാ PDC എന്നാണ്, യൂണിവേഴ്സിറ്റി. പിന്നെ രക്ഷാക്കളുടെ നിരന്തര ആവശ്യം കൊണ്ട് അന്ന് ബാലുശ്ശേരിയൊക്കെ ഉള്ളു, താമരശ്ശേരിയൊക്കെ ഉള്ളു. അപ്പോൾ അതെ, കൊടുവള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ PDCയിലേക്ക് വരുന്നത്. ചെറിയ തോതിൽ തുടങ്ങി, അതും വലിയ വിജയം തന്നെയാണ്. അക്കാലത്ത് റെഗുലർ കോളേജിനേക്കാളും കുട്ടികളും അതുപോലെ പിന്നെ എന്താ പറയുക റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ. ഇപ്പോൾ പല സ്കൂളുകൾക്കും നമ്മുടെ ഈ ഒരു ട്യൂഷൻ വലിയ ഇതായിട്ടുണ്ട്, താങ്ങായിട്ടുണ്ട് അവരുടെ റിസൾട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ PDC തുടങ്ങുന്നത്. പിന്നെ പ്രൈവറ്റ് അങ്ങ് നിന്നതോടുകൂടി, അതായത് SLC പ്രൈവറ്റ് ഇല്ലാത്ത അവസ്ഥ വന്നല്ലോ. ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് തന്നെയാണ് എഴുതുന്നത്. അതോടുകൂടി പിന്നെ നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് +2-ന്. അപ്പോൾ അതും കുട്ടികൾ നമ്മെ നന്നായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയില്ലാത്ത കമ്പ്യൂട്ടർ കോമേഴ്സ് പോലും നമ്മൾ എടുത്തു. അല്ല, അതിന് ശേഷം നമ്മൾ ഇപ്പം പ്രീ ഡിഗ്രിയും നല്ലൊരു വിജയമായിട്ട് മാറിയതോടുകൂടി ഡിഗ്രി തലത്തിലേക്ക് കിടക്കുക. അതെ, ഡിഗ്രി തലത്തിലേക്ക് കടന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിംഗ് സെൻ്ററായിട്ട് നമുക്ക് അംഗീകാരം ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ നേരിട്ട് വന്ന് നമ്മളോട് ഒരു കോളേജ് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത്രയും. അന്ന് 10 ഏക്കർ സ്ഥലം വേണ്ടിയിരുന്നു. അത് നമ്മൾ പൂനൂർ ഏരിയയിൽ കിട്ടാനുള്ള വലിയൊരു ശ്രമം നടത്തി നോക്കി, പക്ഷെ വിജയിച്ചില്ല. സാമ്പത്തിക പ്രശ്നമാണോ അല്ലെങ്കിൽ അല്ല, അത്രയും ഏരിയ കിട്ടാനില്ല, 10 ഏക്കറായിട്ട് കിട്ടാനില്ല. വളരെ ശ്രമം നമ്മൾ നടത്തി നോക്കിയെങ്കിലും അന്ന് സാധ്യത. ഇന്നത് പക്ഷേ 5 ഏക്കറിലേക്ക് കുറച്ചു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കോളേജുകൾ ഇഷ്ടം പോലെ ആയിപ്പോയി. പക്ഷെ എന്നാലും നമ്മെ മാത്രം ഡിഗ്രിയിൽ ആശ്രയിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നും. കാരണം ഇന്ന് ബികോമിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. BA ഇംഗ്ലീഷ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും ഇംഗ്ലീഷിൽ 9-10 ഫസ്റ്റ് ക്ലാസ്സുകൾ ഹൈ മാർക്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ റെഗുലർ കോളേജിൽ MA-ക്കും B.Ed ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം, ഇന്നിപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ ആൾ അവിടെ പഠിച്ച കുട്ടിയാണ്, ഗാഥയുടെ. അതേപോലെ ഒരുപാട് അധ്യാപകർ ഗാഥയിൽ തന്നെ പഠിച്ച കുട്ടികൾ തന്നെയാണ് ഇന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അറിയപ്പെടുന്നത് വലിയൊരു ചരിത്ര അധ്യാപകരായിട്ടാണ്. പക്ഷേ ചരിത്രം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ ബോധവും അതിലുള്ള വലിയ അഗാധമായ ഒരു ജ്ഞാനമൊക്കെ തന്നത് ഈ കുട്ടിയാരായ മാഷാണ്. അദ്ദേഹം സത്യത്തിൽ ഒരു എൻസൈക്ലോപീഡിയ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ന് ചെന്നാൽ എന്താണോ റെഫറൻസ് ചെയ്യേണ്ടത് അത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് മീഡിയത്തിനാണ് പ്രാധാന്യം വരിക എന്ന് അദ്ദേഹം അത്രയും അക്കാലത്ത് പറഞ്ഞു. അപ്പോൾ നീ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചുകൊള്ളേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൗമ്യമായത് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളാണ്, അവരെ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാം. കാരണം അവരൊന്ന് വിദ്യാഭ്യാസപരമായിട്ട് ആ ഒരു മാറ്റമാണ് എന്തായാലും പൂനൂർ ചുറ്റുപാടൊക്കെ കാണുന്നതെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് ശേഷമാണ് നമ്മൾ കാലങ്ങൾക്ക് ശേഷമാണ് ഗാഥ പബ്ലിക് സ്കൂൾ സ്ഥാപിക്കുന്നത്. അത് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. 10 വർഷം നമ്മൾ പബ്ലിക് സ്കൂളുകൾ എടുത്ത് നോക്കിയാൽ കാണാം ഏതെങ്കിലും ഒരു ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നിങ്ങൾ ഏത് പബ്ലിക് സ്കൂളുകൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലായിട്ട് അതാണ്. അതെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് എല്ലാ വിഭാഗത്തിനും കടന്നു വരാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം അത് മനോഹരമായ പൂനൂർ പുഴയുടെ തീരത്താണ്. പിന്നിട്ട കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനകരമായിട്ട് തോന്നുന്ന നേട്ടങ്ങളൊക്കെ? അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നതിൽ വേഗം മനസ്സിലേക്ക് ഓടി വരിക, നിങ്ങളെന്നോട് ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഷാനി പ്രഭാകറാണ്. ഷാനിൻ്റെ ബാച്ചാണ്. അപ്പോൾ ഷാനി ഗാഥയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ISR വന്ന് ഡോക്ടറേറ്റ് എടുത്ത കുട്ടി നമ്മളെ ഗാഥയിൽ നിന്ന് കഴിഞ്ഞ കുട്ടി മുഹസിൻ, ഡോക്ടർ മുഹസിൻ. RBIയിൽ ജോലി ചെയ്ത കുട്ടി സംശീർ എന്ന് പറയും. ഇവിടുത്തുകാരനാണ്. അദ്ദേഹം ഗാഥയെ പഠിച്ചിട്ടുണ്ട്. ഓരോ ബാച്ചിനും മോട്ടിവേഷനായിട്ട് കൊടുക്കാറുള്ളത് നമ്മുടെ പഴയ കുട്ടികളെ തന്നെ. പിന്നെ അതേപോലെ ഓർമ്മിക്കേണ്ട ഒരു കുട്ടിയാണ് നൗഷിത, ഡോക്ടർ നൗഷിത. കാരണം വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് കഠിനമായ ശ്രമവും നമ്മുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി തന്നെയെന്ന് പറയാം. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 1500 വന്ന റാങ്കിൽ അങ്ങനെ ഡോക്ടറായിട്ടുള്ളത്. അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ IIT പഠിക്കുന്ന അശ്വിത ടീച്ചറായിട്ടുള്ള, IITയിലൊക്കെ ടീച്ചറാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതിയും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മാഷക്ക് തോന്നുന്നത് എന്താണ്? പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളും അധ്യാപകരും തമ്മിൽ വല്ലാത്തൊരു ഗാഢമായൊരു സ്നേഹബന്ധവും ഒരു എന്താ പറയുക, അത്രയൊരു അത്രയും ഉണ്ടായിരുന്നു. മാത്രമല്ല അവരെ ഏത് തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എന്താ പരിവപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇന്ന് അതിന് പരിമിതികളുണ്ട്. ഇന്ന് കുറേ കുട്ടികളുടെ ശ്രമം കൂടി അതിന് വേണം. മാത്രമല്ല അന്ന് ബൈഹാർട്ട് സിസ്റ്റമാണ്, എല്ലാം ബൈഹാർട്ട് പിടിക്കണം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് കുട്ടികൾ വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനും കഴിയുന്നുണ്ട്, അവർ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതിന്. പക്ഷേ ഈ ബന്ധങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് അധ്യാപക ശൈലിയുള്ള മാറ്റമാവാം എന്തായാലും. ഇപ്പം എന്തായാലും നമ്മൾ അന്നും അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഡിസിപ്ലിനാണ്. അത് ഇന്നും നമ്മൾ ആ ഒരു അടിസ്ഥാനം നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇന്നിപ്പോൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, ഞാൻ കുട്ടികളോട് പറയാറുള്ളതാണ്, 9 മണിക്ക് ഓഫീസിലെത്തേണ്ട ആൾ 9:01 പോയിട്ട് പഞ്ച് ചെയ്താൽ അയാൾ ലീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് പറയുന്നത്. അപ്പോൾ അത് കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കുട്ടിയോട് മൊബൈൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആൾ ഇത്ര പയഞ്ച അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ 2 വർഷമായിട്ട് ഇനിയിപ്പോൾ വീണ്ടും റെഗുലറൊക്കെ തുടങ്ങിയിട്ട് ഒരു കുട്ടിയോട് പറയാണത് മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ കാര്യം കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു പോളിസി രീതി അതാണ്.
അത് അവരോട് പറയേണ്ട ഇതാണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. ഇതിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ട് കുട്ടി ക്ലാസ്സിലായിരിക്കില്ല ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫോളോ ചെയ്യും. ഇങ്ങനെ നമ്മൾ അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. കാരണം ഇന്നിപ്പോൾ ഫോണില്ലാതെ അവർക്ക് പറ്റില്ല. ഇപ്പോൾ അതിന് മറ്റൊരു ഇതുകൂടി പറഞ്ഞുതരാം. ദൂരെയുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്, റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നടന്ന് വന്നിട്ട് ബസ് കയറേണ്ടിയുണ്ടാവും. അപ്പോൾ കുട്ടിയെ റിക്ഷാവിന് കൊണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഫോൺ കൊടുത്ത് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരരുത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേണം ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ അത് അതെ ക്ലാസ് ടൈമിൽ എന്ത് ചെയ്യരുതെന്ന്. ഇങ്ങനെ കുട്ടികളെ നമ്മൾ പുതിയതുമായിട്ട് അവരെ ബോധവൽക്കരിച്ചു കൊടുക്കും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളാണിപ്പോൾ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഗാഥ എഡ്യൂസോൺ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും. അതായത് ഓൺലൈനായിട്ടുള്ള വിദ്യാഭ്യാസം ഈ ചുറ്റുപാടിൽ ആദ്യം തുടങ്ങിയത് നമ്മളാണെന്നാണ്. അതെ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചാനലായിട്ട്. അത് മറ്റുള്ള കുട്ടികൾ സമയത്ത് അതെ അത് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ചെയ്യുക ആപ്പ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരെ കുട്ടികൾക്ക് അത് കാണാനും ഉപയോഗിക്കാനും പറ്റും. നമ്മളത് അതല്ല, പബ്ലിക്കാണ്. അതാണ് നമ്മൾ ജനസേവനാണെന്ന് പറയുന്നത്, പബ്ലിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു മേഖലയിലും, അതേപോലെ ഇപ്പോൾ യൂണിഫോം എടുത്താൽ ഡിഗ്രി കുട്ടികൾക്ക് ഒരു വേള സംസ്ഥാനത്തിന് ആദ്യമായിട്ട് യൂണിഫോം സംവിധാനം കൊണ്ടുവന്നത് ഗാഥയിലാണ്. തുടക്കത്തിലൊന്നും നമ്മളത് പറഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൂടി വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ കാലം ഇങ്ങനെ മാറിയാലും ഈ ഡ്രസ്സിൻ്റേതായ ഫാഷൻ്റേതായ ഒരു അതിപ്രസരം വരാൻ തുടങ്ങി. അപ്പോൾ രക്ഷിതാക്കളുടെ വലിയൊരു വേവലാതി എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോൾ അവർ തന്നെ നമ്മളായിട്ടുള്ള ഇതിൽ പങ്കുവെക്കൂ, ഡ്രസ്സ് വാങ്ങിയിട്ട് സാറേ യാതൊരു കാരണം നല്ല വില കൊടുക്കണമല്ലോ ഡ്രസ്സിന്. ഈ കുട്ടികളാണ് ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇടും, പിന്നെ അത് കാലങ്ങൾക്ക് ശേഷം ഫാഷനൊക്കെ ഒന്ന് മാറിയാൽ പിന്നെ അവർ തൊട്ട് നോക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അതിനൊരു പ്രതിവിധി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഡിഗ്രി കുട്ടികൾക്ക് കൂടി നിങ്ങളുകൂടി അതിനെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിഗ്രി കുട്ടികൾക്ക് യൂണിഫോം കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും, അതായത് പുതിയത് പഴയതെന്നല്ല, നമ്മളാ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനാണ് ഞാൻ ഇത്രയും ഇങ്ങനെയൊന്ന് പറഞ്ഞത്. സജീവമാണ്. പഴയ കാലത്ത് നമ്മൾ നാടകം പോലും നടത്തിയിരുന്നു, നാടക മത്സരങ്ങൾ, ഫുട്ബോൾ കോച്ചിങ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെറിയൊരു ഇടവേള കിട്ടിയാൽ പോലും കുട്ടികൾക്ക് ഫുട്ബോൾ മത്സരം നടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രൊജക്റ്റുകളിൽ ഒന്ന് അതാണ്. അതായത് ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയാണ് നമ്മളെ മനസ്സിലുള്ള വലിയൊരാഗ്രഹം. ഒരുപാട് ക്ലാസ്സുകളും പിന്നെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ വന്നപ്പോൾ ഈ സൗകര്യപ്പെടുത്തൽ അല്ലെങ്കിൽ സ്ഥല സൗകര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കുറേ കാലം വാടകയിൽ തന്നെ പോയി. അതിനൊക്കെ നമ്മളെ സഹായിച്ച ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എല്ലാവരെയും പേരൊന്നും നമ്മൾ പറയണ്ട, മറക്കാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സുഹൃത്തുക്കളായ തുടക്കക്കാരൊന്നും ഒന്നും വാങ്ങാതെയാണ് അവർ. അതേപോലെ തന്നെ ഈ വാടക ഒന്നും വാങ്ങാതെ നമുക്ക് സ്ഥലം അനുവദിച്ച് തന്നവരുണ്ട്. അതേപോലെ പിന്നീട് നമ്മളൊരു സ്വന്തം കെട്ടിടത്തിലേക്ക് പോയത് പോലും നമ്മുടെ ഒരു രക്ഷിതാവ് വളരെ ചെറിയൊരു പൈസയ്ക്ക് നമുക്കൊരു സ്ഥലം തരികയാണ്. സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയ ബിൽഡിങ്ങിലേക്ക് വന്നു. അങ്ങനെയാണ്. പിന്നെ അതിന് ചുറ്റുമുള്ളത് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ട്. എല്ലാം സ്വന്തം ബിൽഡിംഗ് തന്നെ അങ്ങനെ ആവണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് വളരെ സൗകര്യങ്ങൾ വേണമെങ്കിൽ, കാരണം ഇപ്പം പുതിയ രീതിയാണല്ലോ, പഴയ രീതികളൊന്നുമല്ല. എല്ലാം കൊണ്ടും വേണം. അതെ, എല്ലാം കൊണ്ടും വേണം. നല്ല ലാബ് നമുക്കുണ്ട്. അതേപോലെ സ്മാർട്ട് റൂമുകൾ വേണം. അതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും എല്ലാ ആ ഒരു തലത്തിലേക്ക് പോയാലേ നമുക്ക് വിട്ട വിദ്യാഭ്യാസം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. പുതിയ കാലത്തുള്ള വിദ്യാഭ്യാസ രീതിക്കൊക്കെ അല്ലേ. പുതിയ കാലത്ത് കുറേ ഗുണങ്ങൾ, കുറേ കുട്ടികളുടെ പെരുമാറ്റത്തിലും അതുപോലെ കുട്ടികളുടെ പ്രവർത്തന മേഖലയിലൊക്കെ പണ്ടത്തെക്കാളും കുറച്ചും കൂടെ മുൻതൂക്കം നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഒരു അസൂയ എന്നുള്ളൊരു, ഞാൻ ഏറ്റവും നോട്ട് ചെയ്തൊരു കാര്യം അതാണ്.
നമ്മളെ തലമുറകളിലേക്കൊക്കെ ഒരു ഈഗോ പ്രശ്നങ്ങളുണ്ട് പഴയ കാലത്ത് പഴയ കാലത്ത്. എന്ത് പറഞ്ഞു ഇങ്ങനെ തുടരുന്നു തുടരുന്നുണ്ട്. ഇപ്പോൾ അവരതൊന്നും ഒഴിവാക്കാനൊന്നും തയ്യാറാവുന്നില്ല. ചെയ്യാറില്ല. ഇപ്പം എൻ്റെ അടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരും. അന്നത്തെ പുതിയ കുട്ടികളെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അത് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അവർക്ക് തന്നെ അതുപോലെ അവർ നല്ല സേവന മനസ്ഥിതിക്കാരാണ്. നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം ഈ പ്രളയത്തിൽ അതെ, ഞാനും അത് തന്നെ പറയാൻ വന്നതാണ്. അതെ അതെ ഏത് അതുപോലെ ഇപ്പോൾ കോവിഡ് പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ആ ഇപ്പോൾ ഈ ഞങ്ങളുടെ വാർഡൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണ് വരുന്നവർ RRTമാരായിട്ട് വരുന്നത് ഈ വളരെ യങ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ എനിക്ക് തന്നെ അത്ഭുതം തോന്നും. അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് എന്ത് പറഞ്ഞാലും. ഗാഥ ഒരു വിജയഗാഥയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാഥയ്ക്ക് ഒരുപാട് ഇനി മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ, പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാകും. ഏതാണ് മാഷയുടെ മനസ്സിലുള്ള അത്തരം കാര്യങ്ങൾ? അതിൽ ഒരു സംരംഭം നമ്മളിപ്പോൾ അടുത്ത ദിവസം ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് ജിടെക്കുമായിട്ട് ചേർന്നുകൊണ്ടാണ്. IT മേഖലയിൽ. കാരണം ഇനി കുട്ടികൾക്കും സാധാരണക്കാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതാണ്. അപ്പോൾ ലോക ബ്രാൻഡ് തന്നെയാണ് ജിടെക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരായിട്ട് നമ്മൾ സഹകരിച്ചു കൊണ്ടുള്ളൊരു ചെറിയൊരു ലാബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ IT ഇപ്പം എന്താ ഉള്ളത്? അതിൽ അവരുടേതായ എല്ലാ കോഴ്സുകളും, ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഏത് മേഖല കുട്ടികൾക്കുള്ള, അത് ജെൻസ് സ്മാർട്ട് അക്കാദമിയാണ്. അത് പ്രധാനമായും കുട്ടികൾക്കുള്ള ഒരുപാടാണ്. റോബോട്ടിക്സ് അങ്ങനെ ഏറ്റവും പുതിയതുണ്ടല്ലോ. വേദിക് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡാണ്, വളരെ അഡ്വാൻസ്ഡാണ്. അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോയത്. ഇനി അതേപോലെ നമുക്ക് വലിയ മറ്റൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള മെക്കാനിക്കൽ ഇങ്ങനെയുള്ള ഒക്കെ, കാരണം വളരെ കുറവാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ വലിയ സ്വപ്നം തന്നെയാണ് എന്ത് സ്പോർട്സ് അക്കാദമി. അതിൽ ഫുട്ബോൾ ഏറെക്കുറെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ റെസിഡൻഷ്യലായിട്ട് തന്നെയാണ് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മളത് ചെയ്യണമെന്നുള്ളൊരു വലിയ കേരളത്തിൽ തന്നെ ഉഷൻ്റെ ഒരു ഇവിടെ അത് പക്ഷേ അവർ അത്ലറ്റിക്സ് മാത്രമാണ്. ഇനിയുള്ള വരുന്ന തലമുറയോട്, പുതിയ തലമുറയോട് മാഷക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഏത് കാലഘട്ടത്തിലുള്ള കുട്ടികളോടും, അത് പഴയതാവട്ടെ ഇപ്പോഴുള്ളവരാവട്ടെ, എല്ലാവരോടും നമ്മൾ പറയുന്ന ചില വാല്യൂസ് മുറുകെ പിടിക്കാനാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളെപ്പോഴും അവരോട് സൂചിപ്പിക്കാറുള്ളത് നല്ല മനുഷ്യരാവുക എന്നുള്ളത്. നമുക്ക് എത്ര അറിവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ അയൽവാസി തന്നെ ഉണ്ട് ഇലക്ട്രിക് വർക്ക് എടുക്കുന്ന ആളൊക്കെ. എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കണ്ണിങ്. ശരിക്ക് KCBയിലൊക്കെ AE ആയിട്ട് റിട്ടയർ ചെയ്യേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. അടയാളം വേണമല്ലോ, കാരണം സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നല്ല മനുഷ്യരാവില്ല. അപ്പോൾ നമ്മളത് ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നവരെ നമുക്ക് മനസ്സിലാവും. ഒരു നല്ല വാക്ക് പോലും, ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്തവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് ഈ കാലഘട്ടം പറയേണ്ടത്. കാരണം ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഏത് മാധ്യമം നോക്കിയാലും ഇന്ന് വളരെ ഇതാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്തും പെൺകുട്ടികളോട് നമുക്ക് പറയാനുണ്ടാവാറുള്ളത് ഒരു ജോലി വേണമെന്നുള്ളത് തന്നെയാണ്. സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. അതിന് ഞാൻ അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുള്ളത്, അവരുടെ അമ്മ എന്ത് ജോലിയാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും വീട്ടമ്മയാണെന്ന് പറയും. ഞാൻ ചോദിക്കൂ, അമ്മ എണീക്കുന്ന സമയം മോള് കാണാറുണ്ടോ എന്ന് ചോദിക്കും. ചിലർ ചിരിക്കും. ഞാൻ പറയും 5:30-ക്കല്ലേ എന്ന് ചോദിക്കും. അവർക്കറിയില്ല. അപ്പോൾ അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ പറയും, അല്ല സാർ 4:30-ക്കൊക്കെ എണീക്കലുണ്ട്, എന്നാലേ ഇവർക്ക് ഭക്ഷണവും. കാരണം 2-3 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഒരു
5 മണിക്കെങ്കിലും എണീറ്റ് തുടങ്ങണം. എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാറുള്ളത്, ഒരു ജോലി ചെയ്യാൻ എത്ര സമയമാണ് ഒരാൾ ജോലി എടുക്കേണ്ട സമയം? പല കുട്ടികൾക്കും ഓർമ്മ ഉണ്ടാവില്ല. 8 മണിക്കൂർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കൂ, 5:30 തുടങ്ങിയിട്ട് മോളൊന്ന് കൂട്ടി നോക്കുമെന്ന് പറയും. നമ്മൾ കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഒരു 2.5 ആളെ പണിയെടുക്കുന്നുണ്ടാവും. കാരണം രാത്രി 12 മണി. അതെ, അത് ഞാൻ ചോദിക്കാറുള്ളത് വീട്ടിൽ വാതിലടക്കാറുള്ള ആരാന്ന് ചോദിക്കും അവസാനം. അപ്പോൾ കുട്ടി പറയും അമ്മയാണെന്ന് പറയും. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും, ഒന്ന് എണീറ്റ് ബെഡ്ഷീറ്റ് മടക്കിയിരുന്നോന്ന് ചോദിക്കും. അതും അമ്മ. ആൺകുട്ടിയാണെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പെൺകുട്ടികൾ കുറച്ചൊക്കെ ചെയ്യും. കോളേജ് വിട്ട് ചെന്നാൽ 4 മണിയോ 5 മണിയോ എപ്പോഴാണോ എത്തുന്നത്, എവിടെ ചോറെന്നാണ് ചോദിക്കുക. അമ്മേ വെള്ളം എടുത്തുണ്ട് അമ്മേ. പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു ശാസ്ത്രീയമായിട്ട് ഞാൻ വായിച്ചതാണ്, അല്ലേ, ഒരു വീട്ടമ്മ മിനിമം 20 കിലോമീറ്റർ നടക്കുന്നുണ്ടെന്നാണ് വീടിൻ്റെ അകത്തൂടെ തന്നെ. കാരണം വെള്ളം എടുക്കാൻ ഓരോ സാധനം നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു മിറ്റടിക്കുന്ന അമ്മയാണെങ്കിൽ അതിൽ കൂടും. ഏറ്റവും ചുരുങ്ങിയത് 20 കിലോമീറ്റർ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തമാശയായിട്ട് പറയൂ, അച്ഛനോട് ഒരു 300 അല്ലെ 400, 800 വേണ്ട, ഇപ്പോഴത്തെ നാട്ടിലുള്ള കൂലി ഒരു 800 ഒരു 400 രൂപ വെച്ച് അമ്മക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അമ്മയാണ്. ഈ ജോലിയുടെ ഭാരം എത്രയോ കുറക്കാം ഒരു മാന്യമായ ജോലിക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ഇതേ ജോലി പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈ നിറയെ പണം കിട്ടും, സുഖമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാം. ഈ ജോലികളൊക്കെ, ഈ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലികളും അതോടൊപ്പം നടന്നും പോകും. നമ്മളെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഈ കുട്ടികളെ ബോധവൽക്കരിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ തീർത്ത് അവരോട് പറയാറുള്ളത്, വീട്ടിലുള്ള ആരും നിർബന്ധിച്ചാലും ഡിഗ്രി ഒന്നും കഴിയാതെ കല്യാണത്തിന് പോലും സമ്മതിക്കരുത്. അത് എനിക്ക് അവരോട് അത്രയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്, കോളേജിൽ അങ്ങനെ ഒരു ടീച്ചറുണ്ട്, അവിടെ തന്നെ പഠിച്ച് ടീച്ചറായതാണ്. അത് പക്ഷേ ഭർത്താവ് മരിച്ചു പോവുകയാണ്. ചെറിയ കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം അവരിങ്ങ് പോരും, സ്വന്തം വീട്ടിലേക്ക് പോരും. വീട്ടിലമ്മ സഹോദരങ്ങൾ അവരൊക്കെ വേറെ ഒക്കെ ആയിരിക്കുമല്ലോ. അന്ന് ഡിഗ്രി കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ കോളേജിൽ അധ്യാപികയായിട്ട് വന്നു നമ്മളെ സമീപിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി വേണം. അപ്പോൾ ആ ജോലി ഉള്ളത് കൊണ്ട് സ്വന്തമായി വീടുണ്ടാക്കി മകളെ പഠിപ്പിച്ച് ഇപ്പോൾ MSc കഴിഞ്ഞു. ആ കുട്ടിയും നമ്മളെ കോളേജിൽ ക്ലാസ് എടുക്കുന്നു, ആ അമ്മയുടെ മകളും. ഇപ്പോൾ ആ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക. ആൺകുട്ടികളെ മാത്രം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ല, അതിന് ഞാൻ അവരോട് പറയാറുള്ളത്, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഭാഷ അറിയാതെ ഇനി അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഴിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇത്രയും ഉയർന്നു വരാണ്ടായ കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷിൽ പിന്നോക്കാണ്. അതെ, ഇടക്കാലത്ത് നമ്മുടെ സ്കൂളുകളൊക്കെ അതിൽ പിന്നോട്ട് പോയിരുന്നു. ഇപ്പം അത് മുന്നോട്ട് വന്നു, ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത് കൊണ്ട് കാണുന്നുണ്ട്, ആ മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല, നിങ്ങൾ ഡിഗ്രി എടുത്തത് കൊണ്ടോ. അപ്പോൾ അവരോട് അറ്റ്ലീസ്റ്റ് പറയുന്നത് +2 എങ്കിലും നിങ്ങൾ പാസ്സാവണമെന്നാണ്. കാരണം എന്താ, അതായത് +2 എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുള്ളത്, അവർ വഴി തീരുമാനിക്കുക എന്നാണ് ഒരു കുട്ടീൻ്റെ. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഒരാൾക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണമെങ്കിൽ സയൻസ് എടുത്ത് തന്നെ പഠിക്കണം. അത് വേണ്ടോ, +2 കഴിഞ്ഞാലേ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. വഴി മാറുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. SLC ഒന്നുമല്ല, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയായിരുന്നു. ഇപ്പോൾ +2 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു PSCക്ക് അപേക്ഷിക്കണമെങ്കിൽ, പണ്ട് KSRTCയിലെ കണ്ടക്ടർ ആവാൻ ഇപ്പോൾ +2 പാസ്സാവണം.
ഏത് ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ലൊരു ജോലിക്ക് അപേക്ഷിക്കണമെങ്കിലും +2 വേണം. ഇത് കൃത്യമായിട്ട് ആൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. 2 കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് വേണം, അതോടൊപ്പം തന്നെ ഭാഷ അറിഞ്ഞിരിക്കണം. വലിയ വിഷയങ്ങൾ തന്നെയാണ്. ഇതാണ് ആൺകുട്ടികൾ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആൺകുട്ടികൾക്ക് ഇനി ഒരു ജനതക്കും മാറി നിൽക്കാൻ പറ്റാത്തൊരു. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അതിന് ഞാൻ ഇപ്പോൾ കല്യാണങ്ങളൊന്നുമില്ല, എന്നാലും കല്യാണ വീടുകളായിരുന്നു ഉദാഹരണം പറയാറുള്ളത്. നമ്മളവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കല്യാണ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാണ്ട് വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഒരു ഭാഗത്തായിരിക്കും, ഇനി കൂട്ടം വേറെ ആയിരിക്കും. ഈ കൂട്ട്, അതായത് ഒരു ബിലോ 25-ൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഉണ്ടാവും. കാരണം അത് ഒരു കൂടുന്ന കാലഘട്ടമാണല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാണ്ട് സമാന മേഖല തിരഞ്ഞെടുക്കും, യാതൊരു സംശയമില്ലാത്ത. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അവരിങ്ങനെ ഒറ്റപ്പെടും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കാറുള്ള മറ്റൊരു കാര്യമോ, നമ്മളൊരു ഡിഗ്രി എടുത്ത് എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും വലിയതായിരുന്നു. ഞാൻ ഉദാഹരണം എൻ്റെ കോളേജിലുള്ളത്, ഗാഥയിലുള്ളത് എന്നെ ഉദാഹരിച്ചാണ് പറയാറുള്ളത്. അതായത് തുടക്കത്തിലൊക്കെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഒരു BA കാരനെന്ന് പറഞ്ഞാൽ അയാൾക്കിനി ഒന്നും വേണ്ട. അന്നങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ് പാസ്സൊക്കെ ഒരു എന്താ പറയുക, സ്കൂളിൽ ചേരാനൊക്കെ യോഗ്യത. എത്ര ആളുകൾ അധ്യാപകരാണല്ലോ യോഗ്യത. ഇന്ന് ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളെ മുമ്പിൽ വരുന്ന ആ സാറുണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കില്ല. അയാൾ PG, നെറ്റ്, BEd, MEd, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി നിങ്ങൾ എടുത്തു നോക്കിയാൽ അത്രയും ഉണ്ടാവും. അത് നമ്മൾ ഓരോ മേഖലയിലേക്ക് ചെല്ലുന്നവരെ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെറുതാണ്. അപ്പോൾ ഈ തലമുറയോട് എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. നല്ല ജോലി വേണോ, നല്ല സർട്ടിഫിക്കറ്റ് വേണം, അതോടൊപ്പം അറിവും വേണം. ഈ ചുറ്റുപാടിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇത്രയും മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിസരം, അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ലാണ്ട് മാഷക്ക് കൃഷിയായിട്ടുള്ള ഒരു ബന്ധം കൂടി കാണിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒരു മാഷോട് ചോദിക്കണ്ടായി, അതും മാഷിൻ്റെ ഒരു വേറൊരു മേഖലയാണെന്ന് തോന്നുന്നുണ്ട്. ഏറെക്കുറെ ശരിയാണ്. കാരണം നമ്മൾ ഇവിടെ താമസാക്കിയത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം തന്നെ അതെ, നമുക്ക് ആവശ്യമുള്ള പ്ലാവ്, അന്നൊന്നും ഇപ്പോഴത്തെ റംബുട്ടാനൊന്നുമില്ലല്ലോ, കാരണം ഒന്നുമില്ല. അന്ന് പ്ലാവ്, മാവ്, നാടൻ മാവുകളാണ്, കോഴിക്കോടൻ, പിന്നെ കപ്പായി, അതേപോലെ ചേലൻ, ഇങ്ങനെയുള്ള മാവും പ്ലാവും ഒക്കെ നമ്മൾ വർഷങ്ങളെടുക്കും. ഇപ്പോൾ സമൃദ്ധമായിട്ടുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ആവശ്യത്തിനുള്ള ഒരു 3 ചക്ക നമ്മൾ കൊയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തെങ്ങുണ്ട്, കവുങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊന്നും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു 5-6 വർഷമായിട്ട് ഇടവിളയായിട്ട് കൊക്കോ, ഇവിടെയൊക്കെ വരുന്നതിനുള്ള ഈ പച്ചപ്പ്, അതെ, അതുപോലെ പച്ചച്ചെടികൾ ഇപ്പോൾ സൈഡിലൂടെ നമ്മൾ അത് വർഷങ്ങളെടുത്തിട്ടുണ്ടാക്കിയതാണ് ആ ചെടികൾ. അപ്പോൾ ഈ കൊക്കോ ഒരു 5-6 വർഷം മുമ്പാണ് നമ്മൾ, അത് 2 ഗുണമുണ്ട്. ഒന്ന്, ഏത് കൊടും ചൂടിലും നല്ല പച്ചപ്പ് ഇങ്ങനെ ഉണ്ടാവും, തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തേത്, അതിലെ ഫലം നമുക്ക് തന്നെ എടുക്കാം, കായ് നമുക്ക് പറിച്ചെടുക്കാം. കാരണം വേറൊരാളൊരു ആശ്രയിക്കണ്ട, കൂടുതൽ വളമൊന്നും അതിനെ ചേർക്കേണ്ടതില്ല, തെങ്ങിന് കൊടുക്കുന്നത് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ മാത്രമല്ല, ഈ കൊക്കോക്ക് വിലയുള്ള സമയമാണ്, നല്ല ഈൽഡുമാണ്, നല്ല വരുമാനമാണ്. ഈ പ്രാവശ്യമൊക്കെ നന്നായിട്ടുള്ള വില ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ അതിന് ശേഷം പുതിയ ഫ്രൂട്ട്സ് വന്ന ജാതി, ബട്ടർ ഒക്കെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ അതെ, അതൊക്കെ നമ്മൾ പിന്നീട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെടികൾ ഇങ്ങനെ കാണുന്നുണ്ട്, അത് ഭാര്യയുടെ നിരന്തരം കൈകാര്യങ്ങൾ നമ്മൾ ആവുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കും. ഈ പച്ച പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അതുപോലെ പ്രകൃതി കാഴ്ചകളൊക്കെ മാനസിക ഉല്ലാസത്തിന് വലിയൊരു ഘടകമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയതൊക്കെ പുതിയതിങ്ങനെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദിക്കാനല്ല വിട്ടുപോയൊരു കാര്യം, മാഷിൻ്റെ കുടുംബത്തെക്കുറിച്ച്.
ഭാര്യ ഇപ്പോൾ ഈ മെയ് 31 റിട്ടയർഡായി, ടീച്ചറായിരുന്നു. മങ്ങാട് AUPSൽ HM-ആയിരുന്നു. പിന്നെ 3 മക്കളാണുള്ളത്. മൂത്ത ആള് അയാൾ ബിസിനസ് രംഗത്താണ്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. അയാൾ എയറോനോട്ടിക് എഞ്ചിനീയറിങ് കഴിഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ മൂപ്പര് MBA എടുക്കുകയാണ്. രണ്ടാമത്തെ ആൾ UK-ലായിരുന്നു. ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് വന്നത്, കഴിഞ്ഞ ലോക്ക്ഡൗണിന് ശേഷം. ഇനി അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അതും മൂപ്പര് BTech കഴിഞ്ഞാണ്, സിവിൽ. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് സ്പോർട്സ് മാനേജ്മെൻറ്റാണ്. ലോകത്തിൽ തന്നെ വലിയ, അതായത് 9ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ലെസ്റ്ററിലുള്ള, അവിടെയാണ് പഠിച്ചത്. പിന്നെ മകളാണ്, അവളിപ്പോൾ ഡിഗ്രിക്ക് സൈക്കോളജി ചെയ്യുക. പക്ഷേ അതിനിടയ്ക്ക് അവൾ ഇൻറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻറ്റീരിയൽ കഴിഞ്ഞ ആളെങ്ങനെ സൈക്കോളജിയിൽ പോവാണ്, സിവിൽ കഴിഞ്ഞ ആളെങ്ങനെ സ്പോർട്സ് മാനേജ്മെൻറ്റിലേക്ക്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന സമയത്തുള്ള ഒരു വകഭേദങ്ങളാണ്. പിന്നെ അതുമല്ല, അവർക്ക് ടേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങാന്നുള്ളതാണ്. അതാണ് കുടുംബം. 3 പേര്. പിന്നെ മൂത്താൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, പേരക്കുട്ടിയുണ്ട്. അവൻ്റെ വൈഫ് IHRDയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യാണ്. ഇംഗ്ലീഷ് PG കഴിഞ്ഞാണ്. വളരെ ഹൃദ്യമായി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ വിശദമായിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു, കേൾക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ എപ്പിസോഡിൽ മാഷിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, പൂനൂരിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ചരിത്ര മേഖലയിൽ 40 വർഷത്തെ പാരമ്പര്യവുമായി ഗാഥയും ഗാഥയുടെ സംരംഭങ്ങളും ജൈത്രയാത്ര തുടരുകയാണ്. വീണ്ടും വിദ്യാഭ്യാസ മേഖലയിലെ, ചരിത്ര സാംസ്കാരിക മേഖലയിലെ മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും റിവ്യൂ പോയിൻറ്റിൻ്റെ നമസ്കാരം.